ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീവത്സം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വൈശാഖമാസ പുണ്യത്തിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകുമ്പോൾ ഇന്ന് അഘാസുരൻ എന്ന് പറയുന്ന ആ ഒരു അസുരനെ ശ്രീകൃഷ്ണൻ വധിച്ച കഥയുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് ഉള്ള പ്രസക്തി എന്താണ് എന്ന് നോക്കാം. അഘാസുരൻ എന്ന് പറഞ്ഞാൽ ഒരു പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ വന്നിട്ടുള്ള ഗോലോകത്തിലേക്ക് വന്നിട്ടുള്ള അസുരനാണ്. ഈ കംസൻ്റെ ഭൃത്യൻ, വിശ്വസ്തനായ ഭൃത്യനാണ്. പൂതനയുടെയും ബകാസുരൻ്റെയും ഒക്കെ അനുജനാണ് ഈ അഘാസുരൻ എന്ന് പറയുന്നത്. എന്തായിരുന്നു അഘാസുരൻ്റെ വരവിൻ്റെ ലക്ഷ്യമെന്ന് വെച്ചാൽ, ഈ കംസൻ ഇങ്ങനെ ഓരോരുത്തരെയും വിട്ടുകൊണ്ടിരിക്കുമായിരുന്നല്ലോ ശ്രീകൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വിട്ട പൂതനയെ കൊന്നു ഭഗവാൻ, ബകാസുരനെ കൊന്നു ഭഗവാൻ. ആ സഹോദരനെയും സഹോദരിയെയും നഷ്ടപ്പെട്ടതിൻ്റെ വൈരാഗ്യവും പ്രതികാരവും ഒക്കെ മനസ്സിൽ നിറച്ചുകൊണ്ടാണ് ഈ അഘാസുരൻ ശ്രീകൃഷ്ണനെയും കൂട്ടരെയും കൊല്ലാൻ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അഘാസുരൻ ചിന്തിക്കുകയാണ്, വാസ്തവത്തിൽ ഒരാളെ കൊന്നത് കൊണ്ടൊരു വംശത്തിന് നാശം വരുന്നില്ല. പക്ഷേ മക്കളെ കൊല്ലുമ്പോൾ അച്ഛനും അമ്മയും തകർന്ന് തരിപ്പണമാകും. പിന്നീട് അവർ വെറും ജീവച്ഛവങ്ങളെ പോലെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് കാതലായിട്ടുള്ളവരെയൊക്കെ കൊന്നുകളയാം. ഈ മക്കളെ, അതായത് ബലരാമനെയും ശ്രീകൃഷ്ണനെയും ഒക്കെ കൊന്നുകളയാം. ആ കൂട്ടരെയും ഒക്കെ, കൂട്ടുകാരെയൊക്കെ കൊന്നുകളയാം. ഇതിൽ ഉള്ള ഒരു തത്വം എന്താണ് എന്ന് നമ്മളൊന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത്, ഇന്നത്തെ കാലത്തിപ്പോൾ ഈ ത്രിഗുണങ്ങളിൽ തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം, ഇതിൽ തമോ ഗുണം ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കലികാലത്തിൽ, ഈ കലിയുഗത്തിൽ. ഇവിടെ ഈ യുവതലമുറ ഒന്നുകിൽ രാഷ്ട്രീയം, അല്ലെങ്കിൽ മതം, അല്ലെങ്കിൽ മയക്കുമരുന്ന്, അല്ലെങ്കിൽ സ്ത്രീ വിഷയം, അല്ലെങ്കിൽ മണ്ണ്, ഇതിലേതെങ്കിലും ഒന്നുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥരും, അതുപോലെ തന്നെ നിത്യവും നമ്മൾ പത്രം തുറന്നാൽ കാണുന്നത്, പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ കാണുന്നത്, TV ഓൺ ചെയ്താൽ കാണുന്നത്, മൊബൈലിൽ നോക്കിയാൽ കാണുന്നത്, അങ്ങനെ നമ്മൾ ഏത് രംഗത്ത് നോക്കിയാലും കാണുന്നത് ഇങ്ങനെയുള്ള അക്രമാസക്തമായിട്ടുള്ള ഒരു യുവതലമുറയെ നമ്മൾ കാണുന്നുണ്ട്. യുവതലമുറ മാത്രമല്ല, എല്ലാ യുവതലമുറയിൽപ്പെട്ടവരും ഇല്ല, എങ്കിലും ചിലർ. ഇനി അന്തർദേശീയ തലത്തിൽ നോക്കിയാലും രാജ്യങ്ങൾ തമ്മിലും ഇതുപോലുള്ള പ്രതികാര നടപടികളാണ് നമ്മൾ കാണുന്നത്. ക്ഷമയോ സാത്വിക ഗുണമോ ആരിലും കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു യുഗമാണ് ഈ കലിയുഗം. യുഗം 4ലും നല്ലു കലിയുഗം എന്ന് നമുക്ക് ജ്ഞാനപ്പാനയിലൂടെ നമുക്ക് പൂന്താനം പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം എന്താ? തിരുനാമ സങ്കീർത്തനം, അത് മാത്രം ഒന്ന് മതി പുണ്യം ലഭിക്കുവാൻ. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറയ്ക്ക് ഇങ്ങനെയുള്ള അക്ഷമ ഉണ്ടാകാൻ കാരണം? കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിൻ്റെ എഡിറ്റോറിയലിൽ ഉണ്ടായിരുന്ന ഒരു വിവരണം, കഥയിൽ നിന്ന് മാറി, അല്ലെങ്കിൽ ഈ പുരാണത്തിൽ നിന്ന് മാറി പറയുകയാണ്. ഇപ്പോൾ ആനുകാലികമായിട്ട് എന്താണ് ഈ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിന് പുരാണവുമായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ, പുരാണത്തിൽ പറയാത്തതൊന്നും തന്നെ ഇന്നും നടക്കുന്നില്ല. പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ എഡിറ്റോറിയലിൽ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ വാഹനങ്ങൾ ഒഴിച്ചുകൊണ്ട് റോഡിലൂടെ പോകാൻ നമുക്ക് പറ്റൂല. ഈ വാഹനം ഓടിക്കുന്നവർ തമ്മിൽ കശപിശ ഉണ്ടായി, തെറ്റ് ചെയ്യുന്നവനാണ് ഏറ്റവും കൂടുതൽ ഇന്ന് പ്രതികരിച്ചിട്ട് അവരെ സ്വയം ന്യായീകരിക്കുകയും, ശരി ചെയ്തിരുന്ന ആൾ ഒന്ന് പ്രതികരിച്ചു പോയി എന്നുള്ളതിൻ്റെ പേരിൽ അയാളെ വകവരുത്തുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ട്രെയിനിലൊക്കെ തന്നെയാണെങ്കിൽ നമ്മൾ കാണുന്നു അല്ലേ, ടിക്കറ്റ് പരിശോധിക്കാൻ വരുന്ന TTRമാർ ഒന്നുകിൽ മരണതുല്യമായ അവസ്ഥയിലേക്ക് ആക്രമിച്ചിട്ട് അവരെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ കൊന്നുകളയുക. കഴിഞ്ഞിട്ട് നമ്മൾ കേട്ട സംഭവങ്ങളാണിതെല്ലാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ആ എഡിറ്റോറിയൽ പറയുന്നത്. ഇന്നത്തെ യുവതലമുറയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ചോദിച്ചിട്ടാണ്. എങ്ങോട്ടാണ് ഇന്നത്തെ യുവതലമുറയുടെ പോക്ക്? ക്ഷമയില്ല, എല്ലാവരും മാനസികമായ അസ്വസ്ഥരാണ്. പണ്ട് കാലത്ത് ഇങ്ങനെ ഇല്ല. തന്നെയുമല്ല, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സഞ്ചാരം എന്ന് പറയുന്ന ചാനലിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു വീഡിയോ കാണാനിടയായി. അദ്ദേഹം ഇത് തന്നെയാണ് പറയുന്നത്.
ഇത് രണ്ടും ഒരേ ദിവസം അതിലൂടെ കടന്നു പോകാൻ സാധിച്ചപ്പോൾ ഞാനിങ്ങനെ അത് അനലൈസ് ചെയ്ത് നോക്കുമായിരുന്നു. അത് ശരിയാണല്ലോ ഈ പറയുന്നതെന്ന്. അദ്ദേഹം പറയുന്നതും ഈ ചരിത്രം എന്താണ് എന്ന് അദ്ദേഹം ഗുജറാത്തിലൂടെ നടത്തിയ ഒരു യാത്രയെ പറ്റിയാണത് പറയാനിടയായത്. 10 വർഷം മുൻപും ഇപ്പോഴും തമ്മിലുള്ള ആ ഡിഫറൻസിനെ പറ്റിയും അത് ചരിത്രവുമായി ബന്ധപ്പെടുത്തിയൊക്കെ അദ്ദേഹം പറയണത്. അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നത് ഇന്നത്തെ തലമുറയ്ക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുസ്തകങ്ങളിൽ നിന്ന് അകന്നുപോയി. ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ നടുവിൽപ്പെട്ട് ഉഴലുകയാണ് ഇന്നത്തെ തലമുറ. വാസ്തവത്തിൽ ഈ അഘാസുരൻ എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മളുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട്. അഘാസുരൻ പെരുമ്പാമ്പിൻ്റെ രൂപത്തിലാണ് വന്നത് ഗോലോകത്തിലെന്ന് പറഞ്ഞല്ലോ. ഇവിടെയുമുണ്ട് ആ അഘാസുരൻ. അതാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, എസ്പെഷ്യലി ഈ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ. അതാണ് ഇന്നത്തെ അഘാസുരൻ എന്ന് പറയുന്നത്. അതിങ്ങനെ ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ് യുവതലമുറയെന്നല്ല, കൊച്ചു കുട്ടികൾ മുതൽ ഗർഭിണിയായിരിക്കുന്ന അമ്മ തന്നെ ഏത് സമയവും കാണുന്നത് മൊബൈൽ ഫോണാണ്. സ്വാഭാവികമായിട്ടും ഗർഭാവസ്ഥയിൽ തന്നെ ഈ കുട്ടി ഈ മൊബൈൽ ഫോണുമായി അഡിക്റ്റഡ് ആകുകയാണ്. ഈ കുട്ടി പുറത്തു വന്നു കഴിയുമ്പോൾ ഈ കുട്ടിക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയും അതിൻ്റെ കരച്ചിൽ നിർത്താൻ വേണ്ടിയും ആദ്യം കൊടുക്കുന്നത് മൊബൈൽ ഫോണാണ്. പിന്നീട് ഈ കുഞ്ഞ് ആഹാരം കഴിക്കാൻ വേണ്ടി കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നത് മൊബൈൽ ഫോണിലെ വീഡിയോകളൊക്കെ ആയിരിക്കും. പിന്നീട് ഇത് വളർന്നു വരുമ്പോഴത്തേക്ക് പഠിക്കാൻ പോകുമ്പോൾ കൊടുക്കുന്നത് ഇതാണ്. കൂട്ടുകാർ തമ്മിൽ വിളിക്കാൻ കൊടുക്കുന്നത് ഇതാണ്. പണ്ടങ്ങനെയാണോ? പണ്ട് വ്യക്തികൾ തമ്മിൽ നേരിട്ട് സംവദിക്കുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, ആധ്യാത്മികമായിട്ടുള്ള അറിവുകൾ കിട്ടുന്നു, അല്ലേ? സന്ധ്യയ്ക്ക് ഏത് ജാതിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും, മുസ്ലിംസ് ആണെങ്കിൽ ബാങ്ക് വിളിക്കുന്നു പള്ളിയിൽ. ആ സമയത്തിനുള്ളിൽ അവരുടെ ആ എല്ലാ ജോലികളും മാറ്റി വെച്ചിട്ട് ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ക്രിസ്ത്യൻസ് ആണെങ്കിലും അവരുടെ പള്ളിയിൽ കൃത്യമായിട്ടും കുർബാനകൾ ഉണ്ടാവും. ആ മണിയടികൾ കേൾക്കുമ്പോൾ ആ സമയത്ത് അവർ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള പ്രാർത്ഥനകൾ കുടുംബസമേതം ഇരുന്നുണ്ട്. ഹിന്ദുക്കളാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. ജോലിയെല്ലാം നിർത്തിവെച്ചിട്ട് ത്രിസന്ധ്യാസമയത്ത് എല്ലാവരും ആ കൈയും കാലും കഴുകിയിട്ടോ അല്ലെങ്കിൽ കുളിച്ചിട്ടോ വന്ന് സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തിയിട്ട് നാമം ജപിക്കുകയും അതിനുശേഷം കൊച്ചു കുട്ടികളെ ഇരുത്തി കഥ പറഞ്ഞു കൊടുക്കുക, പുരാണ കഥകൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള മതഗ്രന്ഥങ്ങൾ, ആത്മീയ ഗ്രന്ഥങ്ങൾ അവർക്ക് വായിച്ചു കൊടുക്കുക, ഇതൊക്കെയാണ് ചെയ്തിരുന്നത്. ഇന്ന് മിക്കവാറും വീടുകളിൽ ഇതൊന്നും തന്നെ ഇല്ല. ഇനി അങ്ങനെ ഏതെങ്കിലും വീടുകളിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യും. നമ്മളിങ്ങനെ ചെയ്തോ, സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി നാമം ജപിക്കുകയോ കീർത്തനം ചൊല്ലുകയോ ചെയ്താൽ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ആദ്യം നമ്മളെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഈ ത്രിസന്ധ്യാസമയത്ത് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ നമ്മളിങ്ങനെ വിളക്ക് വെച്ചൊന്ന് നാമം ജപിച്ച് കുറച്ച് കീർത്തനങ്ങളൊക്കെ ചെല്ലുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്നൊരു ആശ്വാസമുണ്ട് ഭയങ്കരമായിട്ട്. ആ ആശ്വാസം അതിലൂടെ നമുക്ക് മനസ്സിന് ശാന്തി ലഭിക്കുകയും ഈ പ്രതികാര ബുദ്ധി തന്നെ താനേ കുറഞ്ഞു പോകും. നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കുന്നവരെ കുറിച്ച് പോലും നമുക്ക് പ്രതികാരം ഉണ്ടാകാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജപിച്ച നാമം ജപത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ മനസ്സിനൊരു സാത്വിക ഭാവം വരും. മനപ്രയാസം ഉണ്ടാകും, സങ്കടം ഉണ്ടാകും, ദേഷ്യം ഉണ്ടാകും. പക്ഷേ എന്നാൽ അതിൻ്റെ തീവ്രത ഇങ്ങനെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ തലമുറ പെരുമാറുന്ന രീതിയിലായിരിക്കുകയില്ല പെരുമാറുന്നത്. റിയാക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കുകയില്ല. ഇന്നത്തെ കാലത്ത് എത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ആ വിദ്യാഭ്യാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിലാണ് ആളുകളുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം പോകുന്നത്. കാരണം മനസ്സ് അവരുടെ ഇപ്പോൾ ഒരു വണ്ടിയുടെ എൻജിൻ അല്ലെങ്കിൽ ആ സ്റ്റിയറിങ് എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് മനസ്സിലെ ചിന്തകളാണല്ലോ. അപ്പോൾ ആ മനസ്സിന് വേണ്ട പോഷകാഹാരം കൊടുക്കുന്നില്ല. ശരീരത്തിന് കൊടുക്കുന്നുണ്ട്, നമ്മൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, വളരെ വെടിപ്പായിട്ട് തന്നെ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നുണ്ട്. പക്ഷേ മനസ്സിന് വേണ്ട ആത്മീയമായിട്ടുള്ള പോഷകാഹാരം കൊടുക്കുന്നില്ല, ആത്മാവിനും കൊടുക്കുന്നില്ല. അതാണ് ഇന്നിങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് ആ എഡിറ്റോറിയൽ വായിച്ചപ്പോൾ അല്ലെങ്കിൽ ആ യൂട്യൂബ് ചാനൽ കണ്ടപ്പോൾ ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതാണ്. ഇവിടെ അഘാസുരൻ എങ്ങനെ വരാനിടയായത് ഗോലോകത്തിൽ? ഈ കംസൻ്റെ നിർദ്ദേശപ്രകാരം ശ്രീകൃഷ്ണനെ കൊന്നുകളയാൻ വേണ്ടിയിട്ടാണ് അഘാസുരനെ അയക്കുന്നത്. ഇത് ഭഗവാന് നേരത്തെ അറിയാം, ശ്രീകൃഷ്ണന് നേരത്തെ അറിയാം. ഭഗവാൻ എന്ത് ചെയ്തു? രാത്രിയിൽ കിടന്നുറങ്ങാൻ പോകുമ്പോഴേ തീരുമാനിച്ചു, നാളെ പതിവിലും നേരത്തെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ കിടാവുകളെയും കൊണ്ട് വനത്തിലേക്ക് പോകണം മേയ്ക്കാനായിട്ട്. അപ്പോൾ വെളുപ്പിന് തന്നെ, മറ്റത് നേരം വെളുത്തിട്ട് ആണ് പോകാറുള്ളത് എല്ലാവരുമായിട്ട് പശുക്കുട്ടികളെ മേയ്ക്കാൻ പോകുന്നത്. എന്നാൽ ഇന്ന് ഭഗവാൻ നേരത്തെ വളരെ വെളുപ്പിനെ എഴുന്നേറ്റ് കൊമ്പ് വിളിച്ചു. ഈ കൊമ്പ് വിളി, ഭഗവാന്റെ കൊമ്പ് വിളി കേൾക്കുമ്പോൾ
കൂട്ടുകാർക്കറിയാം പോകാൻ നേരത്തെ റെഡിയാകണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് അവിടെ ഇരിക്കപ്രതി ഉണ്ടാവില്ല. അതാണ് ഈ ഭഗവാന്റെ ഒരു വിളി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരിക്കപ്രതി ഉണ്ടാവില്ല അല്ലേ. ഗുരുവായൂർ തന്നെ നമുക്കൊന്ന് പോകണമെന്ന് ഒരു തോന്നൽ വരുന്നത് തന്നെ എപ്പോഴാണെന്നറിയാമോ? ഭഗവാൻ നമ്മളെ കാണാൻ ആഗ്രഹിക്കുമ്പോഴാണ് നമുക്കും ആ തോന്നൽ ഉണ്ടാകുന്നത് ഭഗവാനെ കാണണമെന്ന്. ഇവിടെയും അതുപോലെ തന്നെ ഭഗവാനോടൊപ്പം വളരാൻ സാധിച്ച പിള്ളേരുടെ അവസ്ഥയെന്ന് ആലോചിച്ച് എത്ര ഭാഗ്യം ചെയ്തവരാണ് അവരല്ലേ. നമുക്ക് ആ കാലത്തിലേക്കൊന്ന് പോവുകയാണ്, അതിലൂടെ ഒന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ അന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വെള്ളിത്തിരയിൽ കാണുന്നത് പോലെ നമുക്കങ്ങനെ സങ്കല്പിക്കാൻ സാധിക്കും ഈ രംഗങ്ങളൊക്കെ. ഭഗവാൻ ഇങ്ങനെ കുഴൽ വിളിക്കുന്നു. കുട്ടികളെല്ലാം നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഓരോരോ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലാക്കിയിട്ട് ഈ വല കൊണ്ടുള്ള സഞ്ചി, അതാ ഉറി, ശരിക്കും ഉറിയുടെ രൂപത്തിലാക്കി അതിൻ്റെ അകത്ത് ഓരോ പാത്രത്തിൻ്റെ മുകളിൽ ഒരു പാത്രം വേറൊരു പാത്രം അങ്ങനെ വെച്ച് ഇന്നിപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീകളൊക്കെ അങ്ങനെ കൊണ്ടുപോകാറില്ലേ. ഷോൾഡർ ബാഗ് കൂടാതെ വേറെ ടിഫിൻ വയ്ക്കുന്ന വേറൊരു ബാഗ് ഉണ്ടാകും. അതുപോലെ ഈ പിള്ളേരും ഇങ്ങനെ ടിഫിനൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഉറി എന്നാണ് അതിന് പറയുന്നത് അന്ന്. അങ്ങനെ ഉറിയായിട്ടൊക്കെ പോയി ഭക്ഷണം അവിടെ ചെന്നിരുന്ന് കഴിക്കാം നമുക്കിന്ന് എന്നാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. എന്നും കഴിച്ചിട്ടാണ് പോകണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ. ഇന്ന് നമുക്ക് അവിടെ ചെന്നിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകുമ്പോൾ ഓരോ കുട്ടികൾക്കും ഒരുപാട് പശുക്കിടാങ്ങളെ നോക്കാനുണ്ട്. ശ്രീകൃഷ്ണന് തന്നെയുണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് കിടാങ്ങൾ. അപ്പോൾ ആ ഗോലോകത്തിലെ പിന്നെ പശുക്കളുടെ സമ്പത്ത്, മൃഗസമ്പത്ത് എന്തുമാത്രമാണ്. ഗോലോകത്തിലേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്നതിന് ശേഷം അവിടുത്തെ പശുക്കളുടെ എണ്ണം വളരെ കണ്ടമാനം വർദ്ധിച്ചു എന്നാണ് പറയണേ. അപ്പോൾ ഇവർക്ക് നോക്കത്താത്ത വിധത്തിൽ മഹാസമുദ്രം പോലെയാണ് ഈ കുട്ടികൾ ഇങ്ങനെ ഈ പശുക്കളെയും കിടാങ്ങളെയും കൊണ്ട് പോകണം. പശുക്കളെ കൊണ്ടുപോകാറായിട്ടില്ല, 5 or 6 വയസ്സിൽ ഉള്ളപ്പോഴുള്ള കഥയാണ് ഈ പറയുന്നത്. ആ സമയത്ത് അങ്ങനെ കണ്ടോ 5 or 6 വയസ്സ് പ്രായമുള്ളപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ വരെ ജോലി ചെയ്തിരുന്നു. ഇന്നത്തെ കാലത്ത് എങ്ങനെയാണെന്ന് നോക്കിയേ, നമ്മൾ വായിലേക്ക് വച്ച് കൊടുത്താൽ കഴിക്കും അല്ലേ. എത്ര വലിയ കുട്ടികളാണ് എങ്കിലും നമ്മൾ അവരെ കഷ്ടപ്പെടുത്താതെ, ബുദ്ധിമുട്ട് ജീവിതത്തിൻ്റെ അറിയിക്കാതെ, പ്രായോഗികത മനസ്സിലാക്കിക്കാതെ അവർക്ക് വേണ്ടി നമ്മളെല്ലാം ചെയ്തു കൊടുക്കുക ചെയ്യണത്. അതിൻ്റെ കുഴപ്പമാണ് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, തിരിച്ച് പേരൻസിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന് വേണം പറയാൻ. പച്ചയായ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വളർത്തലാണ്. പേരൻറ്റിങ് തന്നെ മാറിപ്പോയി. അന്നത്തെ കാലത്ത് അവിടുത്തെ രാജാവ് തന്നെയാണ് നന്ദഗോപുരം, യശോദയും എന്നൊക്കെ പറയുന്നത് രാജാവിൻ്റെ രാജ്ഞിയുമാണ്. പക്ഷേ ആ രാജാവിൻ്റെയും രാജ്ഞിയുടെയും പോലും മകനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ജോലി ചെയ്യുകയാണ് മറ്റുള്ള കുട്ടികളോടൊപ്പം, കിടാക്കളെ മേയ്ക്കാൻ വേണ്ടി പോവുക. അങ്ങനെ പോകുമ്പോൾ ഭഗവാൻ ഏറ്റവും പുറകും മറ്റുള്ള കുട്ടികളും കിടാക്കളൊക്കെ ആയിട്ട് മുമ്പേ പോവുക. അങ്ങനെ പോകുമ്പോൾ കുറേ ദൂരം നടക്കണം. ഇങ്ങനെ കുറേ ദൂരം നടന്ന് പോയി വെയിൽ വരാൻ തുടങ്ങി. അപ്പോൾ ഇവർ വിചാരിച്ചു തണലുള്ള എവിടെയെങ്കിലും ഒരിടത്തുനിന്ന് ഇരിക്കണമല്ലോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടെന്ന് കരുതി. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് ദൂരെ ഒരു ഗുഹ കാണുന്നുണ്ട്. ഈ ഗുഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ താഴത്തെ ഭാഗം ഒരു നദിയുടെ തീരത്തേക്ക് മുട്ടിയും കിടക്കണു. മുകളിലത്തെ ഭാഗം ആകാശത്തിനെ മുട്ടണ രീതിയിൽ, ആകാശത്തിലെ മേഘങ്ങളെ മുട്ടണ രീതിയിലാണ് നിൽക്കണേ. പിന്നെ ആ ഗുഹയുടെ 2 വശങ്ങളാണെങ്കിലും വലിയ പർവ്വതങ്ങളെ പോലെ കാണാനും ഉണ്ട്. അപ്പോൾ ഇത് വലിയൊരു ഗുഹ തന്നെ എന്തായാലും. എന്നിട്ട് ആ ഗുഹയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഒരു ചെമ്മൺ പാത പോലൊരു ഭാഗം കാണുന്നുമുണ്ട്. അപ്പോൾ കുട്ടികൾ വിചാരിച്ചു എന്തായാലും നമുക്ക് ഇവിടെ തന്നെ കയറി വിശ്രമിക്കാമെന്ന് വിചാരിച്ച് കുട്ടികൾ ആ ചെമ്മൺ പാതയിലേക്ക് കയറി നടന്നുള്ളിലേക്ക് അങ്ങനെ പോയപ്പോൾ അവിടെ ഇരുട്ടുണ്ട്. ഗുഹയല്ലേ, ഇരുട്ടുണ്ട്. വാസ്തവത്തിൽ ഇത് എന്തായിരുന്നു എന്നറിയാമോ? അഘാസുരൻ എന്ന് പറയുന്നൊരു പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ അസുരൻ വന്ന് കിടന്നതാണ്. അതായത് ഈ പൂതനയുടെയും ബകാസുരൻ്റെയും ഒക്കെ സഹോദരൻ, ഇളയ സഹോദരനായിട്ടുള്ള അഘാസുരൻ ആ പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് കിടന്നതാണ് ഈ കുട്ടികളെയും ശ്രീകൃഷ്ണനെയും ബലരാമനെയും കൊന്നുകളയാൻ വേണ്ടി. ഇത് തന്നെയായിരുന്നു അഘാസുരൻ്റെ ലക്ഷ്യവും. ഇങ്ങനെ വന്ന് പിള്ളേർ കയറണം എന്ന്. എന്താണ് ഈ ചെമ്മൺ പാത പോലെ നീണ്ട് പരന്ന് കിടന്നതെന്നറിയാമോ? അത് ഈ അഘാസുരൻ എന്ന പെരുമ്പാമ്പിൻ്റെ നാക്കാണ് അങ്ങനെ നീണ്ട് പരന്ന് കിടന്നത്. ചുമന്ന നിറം, കണ്ണുകളും 2ഉം ഇതുപോലെ തന്നെ ചുവന്ന് തുടുത്ത് തെളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു വെളിച്ചത്തിൽ, ആ ചെറിയ വെളിച്ചത്തിൽ ഈ ഗുഹയുടെ അകത്തേക്ക് പിള്ളേർ കയറിപ്പോവുക ചെയ്യണം. ഇത് ദൂരെ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാണുന്നു. അപ്പോൾ ഭഗവാൻ മനസ്സിലായി, ഏതാണെങ്കിൽ സന്തോഷമാണ് ഭഗവാന്. കാരണം എന്താണെന്നറിയാമോ? ഇപ്പം തന്നെ അഘാസുരൻ്റെ അന്ത്യം അടുക്കാറായിരിക്കണം. ഈ രംഗങ്ങളൊക്കെ ദേവലോകത്തിലിരുന്ന് ദേവന്മാർ കാണുന്നുണ്ട്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെല്ലാം തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ അഘാസുരൻ്റെ ശല്യം കണ്ടമാനം ഉണ്ടായിരുന്നു. ആരാണ് ഈ അഘാസുരനെ കൊല്ലുന്നത്? ആർക്കും ധൈര്യമില്ല. എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും ഇവൻ്റെ ശല്യത്തിൽ നിന്നൊക്കെ ഓർത്തിരിക്കുമ്പോഴാണ് ഈ രംഗം കാണാനിടയാകുന്നത്. അപ്പോൾ ആ ദേവന്മാർക്കൊക്കെ പേടിയാവും. അയ്യോ, കുട്ടികളും ഗോക്കളും എല്ലാം, ഈ ഗോക്കുട്ടികളും എല്ലാവരും, ഗോപന്മാരെല്ലാവരും ഈ അഘാസുരൻ്റെ വായിലേക്ക് കയറിപ്പോയി. ഇപ്പോൾ വിഴുങ്ങുമല്ലോ പാമ്പിക്കുട്ടികളൊക്കെ. ശ്രീകൃഷ്ണനും കയറിപ്പോകാൻ പോകുന്നു. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനി ആരാണ് ഇവനെ കൊല്ലാൻ പോകുന്നത്? നമ്മളെ രക്ഷിക്കാൻ ഇനി ആരും ഇല്ലല്ലോ എന്നങ്ങനെ വിചാരിക്കുമ്പോൾ ഭഗവാന് മനസ്സിലാകും
ഈ ചതി എന്താണ് എന്നുള്ളത്. അതാണ് ഏത് തരത്തിൽ വേഷം മാറി ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും നമ്മൾ എന്തെല്ലാം കാപട്യം കാണിച്ചാലും ഈ കപട വേഷധാരിയായി ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് നമുക്കൊന്നും തന്നെ മറച്ചു വയ്ക്കാൻ പറ്റില്ല. ഭഗവാൻ അത് അറിഞ്ഞിരിക്കും, നമ്മുടെ മനസ്സിലെ ചിന്തകളായാലും പ്രവൃത്തിയായാലും എല്ലാം. അപ്പോൾ ഭഗവാൻ വിചാരിക്കുകയാണ് ഇവന് ഇനിയിപ്പോൾ മോക്ഷം കൊടുക്കാൻ സമയമായിരിക്കുന്നത്. കാരണം ഭഗവാന്റെ ശരീരവും ഈ അസുരൻ്റെ ശരീരവും തമ്മിൽ ബന്ധം വന്നു. അവിടെ ചിന്തകൾ കൊണ്ടോ ശരീരം കൊണ്ടോ ഭഗവാനെ സ്മരിച്ചു പോയാൽ, അല്ലെങ്കിൽ സ്പർശനമോ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തയോ വന്നു പോയാൽ പിന്നെ ആ വ്യക്തിക്ക് ഭഗവാൻ മോക്ഷം കൊടുത്തിരിക്കും. അതാണ് ഈ ഭക്തികൾ തന്നെ പലതരമായിരുന്നല്ലോ അല്ലേ. പിന്നെ ഒരു എന്താ പറയുക, മധുരമായിട്ടുള്ള ഭക്തി. ഇപ്പം മീരാഭായിയെ പോലുള്ളവർക്കൊക്കെ, അതുപോലെ ഗോപികമാർക്കൊക്കെ മാധുര്യ ഭക്തിയായിരുന്നു ഭഗവാനോടുണ്ടായിരുന്നത്. വാത്സല്യ ഭക്തിയായിരുന്നു നമ്മുടെ കുറൂരമ്മയ്ക്ക്, അതുപോലെ പൂന്താനത്തിന്, അതുപോലെ വില്ലുമംഗലം സ്വാമിയാർക്കൊക്കെ ഉണ്ടായിരുന്നത്. അർജുനനാകട്ടെ സഖാവായിട്ടാണ് കണ്ടത്. സഖാവേ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് തന്നെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം, കൂട്ടുകാരായിട്ടാണ് കണ്ടിരുന്നത്. ഭഗവാൻ തന്നെ പറഞ്ഞു. പിന്നെ വേറെ ഉണ്ട്, വിപരീത ബുദ്ധിയുണ്ട്. ശത്രു ആയിട്ടാണ് ഭഗവാനെ കണ്ടിരുന്നത്. ആര്? ശിശുപാലനെ പോലെയുള്ളവർ. അപ്പോൾ അവരെയൊക്കെ വധിക്കാൻ ഭഗവാൻ തന്നെ വേണ്ടി വന്നു. അങ്ങനെ ഏത് തരത്തിലാണെങ്കിലും, ശത്രുവായിട്ടായാലും മിത്രമായിട്ടായാലും കൂട്ടുകാരനായിട്ടാണെങ്കിലും എന്താ പറയുക, ഏത് തരത്തിൽ ഭഗവാനെ സ്മരിച്ചാലും അതേ രീതിയിൽ ഭഗവാൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഏത് രീതിയിലാണോ ആരാധിക്കുന്നത് ആ രീതിയിൽ ഞാൻ അവർക്ക് ലഭ്യമായിരിക്കുമെന്ന് അല്ലേ. ത്രേതായുഗത്തിൽ ശൂർപ്പണഖയായിട്ട് ശ്രീരാമൻ്റെ അടുത്ത്, ശ്രീരാമൻ വിഷ്ണു ഭഗവാന്റെ അവതാരമായിട്ടുള്ള ശ്രീരാമൻ്റെ അടുത്ത് എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വന്നപ്പോൾ പറ്റൂല, എനിക്ക് ഭാര്യ ഉണ്ടെന്ന് ലക്ഷ്മണൻ്റെ അടുത്ത് ചെല്ലുമെന്ന് പറയാനൊക്കെ ഇടയായതും പിന്നീടുണ്ടായ സംഭവവികാസങ്ങളൊക്കെ നമുക്കറിയാം. എങ്കിലും ആ ശൂർപ്പണഖയുടെ ആ ജന്മത്തെ ആഗ്രഹം ഭഗവാൻ ദ്വാപരയുഗത്തിൽ സാധിച്ചു കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാ? ദ്വാപരയുഗത്തിൽ മധുരയിൽ കംസനെ കൊല്ലാൻ വേണ്ടി ഭഗവാൻ പോകുന്ന സമയത്ത് അവിടെ കംസനും കൂട്ടർക്കും ആവശ്യമായിട്ടുള്ള കുറിക്കൂട്ടുകളെല്ലാം വിൽക്കാൻ വേണ്ടി തലയിൽ ചുമടുമായിട്ട് വരുന്ന കൂനിയായ കുബ്ജയെ കാണുന്നുണ്ട്. ആ കുബ്ജ എന്ന് പറയുന്നത് ആരാന്നറിയാമോ? ഈ ത്രേതായുഗത്തിലെ രാവണ സഹോദരിയായിരുന്ന ശൂർപ്പണഖയുടെ പുനർജന്മമാണ്. ആ ജന്മത്തിൽ ത്രേതായുഗത്തിൽ കൊടുക്കാൻ പറ്റിയില്ല, അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ദ്വാപരയുഗത്തിൽ ഹേ സുന്ദരി എന്ന് വിളിച്ചിട്ടാണ് ഭഗവാൻ ആ കുറിക്കൂട്ടുകൾ എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഞെട്ടിപ്പോയി ഈ കുബ്ജ. എങ്ങനെയാണ് എന്നെ സുന്ദരി എന്ന് വിളിക്കാൻ ആരാണ് ധൈര്യപ്പെട്ടത്? ഞാൻ അങ്ങനെ സുന്ദരിയാണോ എന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെയാണ് ഭഗവാൻ ആ താടിയിൽ പിടിച്ചുയർത്തിയും കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ചവിട്ടി വലിച്ചും ഒക്കെ ആ കുബ്ജയുടെ കൂന് നിവർത്തി സുന്ദരിയാക്കുന്നത്. പിന്നീട് ആ കുബ്ജയിൽ ഒരു കുട്ടി ജനിക്കുന്നുണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്. അങ്ങനെ ഭഗവാൻ ഏത് തരത്തിൽ ആഗ്രഹങ്ങൾ ആരാഗ്രഹിച്ചാലും ഭഗവാനുമായി ബന്ധപ്പെട്ട് ആഗ്രഹിച്ചാലും അതൊക്കെ സാധിക്കും. ചിലപ്പോൾ ആ ഒരു ജന്മത്തിലായിരിക്കണം എന്നില്ല. സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇന്നും ചൂണ്ടിക്കാണിക്കുന്നതാണ് അല്ലേ, സുദാമാവെന്ന കുചേലനും ഭഗവാനും തമ്മിലുള്ള ആ സൗഹൃദം, സ്നേഹം, ഭക്തി. ആ കുചേലൻ്റെ അവസാന ഗതി എന്തായിരുന്നു? എത്രയോ നന്നായി ജീവിച്ചു മരിച്ചു അല്ലേ. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ അഘാസുരൻ്റെ വായിലേക്ക് കയറിയിട്ട് എന്താ ചെയ്തത്? അഘാസുരൻ വിചാരിച്ചു ഇപ്പം വിഴുങ്ങിക്കളയാം ഇവരെ എല്ലാവരെയും എന്ന് വിചാരിക്കുമ്പോഴേക്കും അഘാസുരൻ്റെ തൊണ്ട വരെ ചെന്ന ശ്രീകൃഷ്ണൻ, 5 6 വയസ്സുള്ള കുട്ടിയാണല്ലോ, പക്ഷേ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ നടന്ന് കയറിയാണ് പോണം. നാക്കിൽ കൂടി നടന്ന് കയറി തൊണ്ടയിൽ ചെന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ അവിടെ വെച്ച് യോഗമായ കൊണ്ട് അങ്ങോട്ട് ഭഗവാന്റെ ശരീരം വളരെ വലുതാക്കി. അതാണ് യോഗയുടെ പ്രത്യേകത. അല്ലെങ്കിൽ ആ മെഡിറ്റേഷൻ എന്ന് പറയില്ലേ, ആ ധ്യാനത്തിലൂടെ ഭഗവാൻ യോഗ സിദ്ധി നേടിയിട്ട് ഭഗവാൻ അവിടെ വെച്ച് ഭഗവാന്റെ ശരീരം അങ്ങോട്ട് വളരെ വലുതാക്കിയിട്ട് ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താലല്ലേ പ്രാണൻ നിലനിൽക്കുള്ളൂ, പ്രാണന് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അഘാസുരൻ്റെ പ്രാണൻ തൊണ്ടയിൽ വന്ന് നിന്നുപോയി. പിന്നെ മുന്നോട്ടോ പിന്നോട്ടോ പോകാൻ പറ്റാതെ അവിടെ തന്നെ നിന്ന് കറങ്ങി. ആ പ്രാണൻ എന്താ ചെയ്തേ? അഘാസുരൻ്റെ നെറുകയിലുള്ള ഈ സഹസ്രാരത്തിൽ വന്ന് ബ്രഹ്മരന്ധ്രം, നമ്മുടെ നെറുകയിലൊരു അതിസൂക്ഷ്മമായിട്ടുള്ള രന്ധ്രമുണ്ട്, ഒരു ദ്വാരം, അതിൽ കൂടിയാണ് അഘാസുരൻ്റെ ആത്മാവ് പോകുന്നത്. ആ അഘാസുരൻ്റെ ആത്മാവ് ഒരു ദിവ്യപ്രകാശമായി ആകാശത്തിന് മുകളിൽ പോയി നിന്നത് ദേവലോകത്ത് നിന്ന് ദേവന്മാരെല്ലാം കാണുകയാണ്. അങ്ങനെ ആ അഘാസുരൻ്റെ ആത്മാവ് പിന്നീട് ഭഗവാനിൽ വന്ന്, ഭഗവാൻ സാധാരണ രൂപം പ്രാപിച്ച് ഈ അഘാസുരനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന്, അപ്പോൾ പാമ്പായി കിടന്ന അഘാസുരൻ ചത്തു, ശവമായി. എന്നിട്ട് ആ ശവമായിട്ട് കിടന്ന അഘാസുരനിൻ്റെ ആ
പിന്നെ പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് ജനിച്ചപ്പോഴുള്ള ആ ശവശരീരത്തിൻ്റെ തോല്, പാമ്പിൻ്റെ തോല് 1 വർഷം അവിടെ കിടന്നിട്ടും ചീഞ്ഞു പോയില്ല എന്നുള്ളതാണ്. പിന്നീട് ഗോകുലത്തിലെ കുട്ടികൾ കളിക്കാൻ നേരത്ത് ഈ നമ്മൾ ഇന്നത്തെ ഒളിച്ചേ കണ്ടേ എന്നുള്ള സാറ്റ് കളി അല്ലേ, ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറയുന്ന കളി പിള്ളേർ കളിക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചിരിക്കാനുള്ള മറയായിട്ട് ആ പാമ്പിൻ്റെ തോലൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയണം. അത്ര വലിയ ഭീകരരൂപി, നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തത്ര ഭീകരമായ രൂപത്തിലായിരുന്നു ആ അഘാസുരൻ വന്നത്. അങ്ങനെയുള്ള അഘാസുരനെ ഭഗവാൻ നിഷ്കരുണം എത്രയോ നിസ്സാരമായിട്ടാണ് പെട്ടെന്ന് ഭഗവാൻ ഇല്ലാതാക്കി കളഞ്ഞത്. തന്നെ വിശ്വസിച്ച് തൻ്റെ കൂടെ വന്ന ആ കുട്ടികളെ ഇല്ലാതാക്കാൻ, തൻ്റെ വർഗത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവന് ഭഗവാൻ കൊടുത്ത ശിക്ഷ മോക്ഷമായിട്ടായിരുന്നു. അതാണ് ഭഗവാന്റെ പ്രത്യേകത. ഭഗവാനെ ആരുള്ളറിഞ്ഞ് വിളിക്കുന്നുവോ ആ ഭക്തനെ ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഭക്തന് ഭഗവാൻ എങ്ങനെയായിരിക്കും മോക്ഷം കൊടുക്കുക? ഭഗവാനുമായിട്ട് സമ്പർക്കം വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ ആ ശത്രുവിന് ഭഗവാനുമായിട്ട് സമ്പർക്കം വന്നു കഴിഞ്ഞാൽ ഭഗവാൻ ഇങ്ങനെ മോക്ഷം വരെ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള അത്ര വലിയ കാരുണ്യവാരിധിയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഇനി ബ്രഹ്മരന്ധ്രത്തിലൂടെ ആത്മാവ് പോകുന്നത്, മരിക്കുക എന്ന് പറയുന്നില്ലേ, നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ നവദ്വാരങ്ങളിൽ കൂടി ആയിരിക്കും പൊതുവെ ജീവൻ പോകണമെന്നാണ് പറയണത്. എന്നാൽ ബ്രഹ്മരന്ധ്രത്തിൽ കൂടി, നെറുകയിൽ കൂടി നമ്മുടെ ജീവൻ, ആ ആത്മാവ് പോകണമെങ്കിൽ അത്രമാത്രം ഭാഗ്യം ചെയ്തവർക്കേ പറ്റുള്ളൂ എന്നാണ് പറയണത്. വലിയ വലിയ യോഗികൾക്ക് മാത്രമൊക്കെയാണ് അങ്ങനെ സാധിക്കുന്നത്. അവർക്കാണ് മോക്ഷം കിട്ടുക എന്ന് പറയുന്നത്. അല്ലാതെ ഏത് ശരീരത്തിൻ്റെ ഭാഗത്തുകൂടി പോയാലും നമുക്ക് പിന്നീട് പുനർജന്മം ഉണ്ടാകും. ഇപ്പോൾ കണ്ണിൽ കൂടി പോയാലും വായിൽ കൂടി പോയാലൊക്കെ സാത്വികമായിട്ടുള്ള വേറൊരു ജന്മം കിട്ടും. അതേസമയം ശരീരത്തിൻ്റെ താഴേക്ക് പോകുമ്പോഴുള്ള ഗുഹ്യഭാഗങ്ങൾ പോലെയുള്ള, അല്ലെങ്കിൽ അതേപോലെയുള്ള ദ്വാരങ്ങളിൽ തന്നെ ഏറ്റവും താഴേക്കുള്ള ഭാഗങ്ങളിലൂടെയൊക്കെ അങ്ങനെ പോയി ജീവൻ പോകുന്നവർക്ക് നരകങ്ങളിൽ ചെന്ന ജീവൻ പതിക്കും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ തമോ ഗുണമുള്ള, ഇപ്പം ഈ കടുവ, പുലി പോലെയുള്ള അങ്ങനെയുള്ള മൃഗങ്ങളായിട്ട്, ക്രൂര മൃഗങ്ങളായിട്ട് ജനിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാനുമായിട്ട് ബന്ധം വന്ന കാരണം അഘാസുരന് മോക്ഷം കിട്ടി, അങ്ങനെ പോയി ഭഗവാനിൽ തന്നെ വന്ന് ലയിച്ചു. ഇവിടെ ഈ അഘാസുരനെ പോലെ നമ്മളെ ഇന്ന് ചുറ്റിപ്പിണഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ വായും തുറന്നിരിക്കുന്ന ഒന്നാണ് ഇന്നത്തെ ഈ സ്മാർട്ട് ഫോൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ശരിയല്ലേ ഞാനീ പറഞ്ഞത്? മൊബൈൽ ഫോൺ കയ്യിൽ നിന്ന് മാറ്റാനാണ് ഇപ്പോഴത്തെ തലമുറ. എവിടെ രാമായണം, എവിടെ ഭഗവത്ഗീത, എവിടെ ഭാഗവതം, ഇതൊന്നും തന്നെ ഇപ്പോഴത്തെ തലമുറ ഉണ്ടോ, വായിക്കുന്നുണ്ടോ? വളരെ മൈന്യൂട്ടായിട്ടുള്ള, വളരെ ചെറിയ ശതമാനം ആൾക്കാർ മാത്രമാണ് കുട്ടികളെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടും വായിക്കാൻ വേണ്ടിയും പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം അവരുടെ അമ്മമാരും അച്ഛന്മാരും ഇതൊന്നും ചെയ്തവർ കാണുന്നില്ല. അപ്പോൾ കുട്ടികളെ തന്നെ കുറ്റം പറയാനും നമുക്ക് സാധിക്കുന്നില്ല. ഇനിയും സമയം വൈകിയിട്ടില്ല. ഇനിയെങ്കിലും ഈ മൊബൈൽ ഫോണിൽ നിന്നും ഒരു ഷിഫ്റ്റിങ് പുസ്തകങ്ങളിലേക്ക് വന്നാൽ മാത്രമേ നമ്മുടെ ഇന്നത്തെ തലമുറയുടെ ഇപ്പോഴത്തെ ഈ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരുതരം ഡിസീസാണിത്, ഒരു മാനസികമായിട്ടുള്ള ഒരുതരം അനാരോഗ്യമാണ് ഇത്. ആ അനാരോഗ്യം മാറി അതിനുള്ള മെഡിസിൻ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ആയുർവേദം, യുനാനി, അല്ലെങ്കിൽ ഹോമിയോ, അലോപ്പതി എന്നൊക്കെ പറയുന്ന ചികിത്സാ രീതികൾ ഉള്ളതുപോലെ നമ്മുടെ ആത്മാവിന്, നമ്മുടെ മനസ്സിന് വേണ്ട പോഷണം കൊടുക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഈ വിഷവസ്തുക്കളിൽ നിന്നും മോചനം നേടുക. ഇങ്ങനെയുള്ള യഘാസുരൻ്റെ പോലെ രൂപത്തിൽ വരുന്ന, അല്ലെങ്കിൽ ആ രൂപത്തിന് പകരം ഇന്ന് മൊബൈൽ ഫോണായി മാറിയിരിക്കുന്ന ഇങ്ങനെയുള്ള അഘാസുരന്മാരിൽ നിന്ന്, മദ്യം, മയക്കുമരുന്ന്, ചീത്ത കൂട്ടുകെട്ട് തുടങ്ങിയിട്ടുള്ള ആ അഘാസുരന്മാരിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാനുള്ള ഒരേ ഒരു മാർഗം ഭക്തിയിലേക്കും അതുപോലെ ആത്മീയതയിലേക്കും തിരിയുക എന്നുള്ളതാണ്. അതിനു വേണ്ടി ആവട്ടെ നമ്മളുടെ ഈ വൈശാഖ മാസാചരണം. അപ്പോൾ നമ്മളുടെ കുട്ടികൾക്കറിയില്ല എന്തോന്നാണ് ഈ വൈശാഖ മാസം എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ അവർക്കറിയില്ല. ഈ ജനുവരി, ഫെബ്രുവരി അങ്ങനെ തുടങ്ങിയ ഇംഗ്ലീഷ് മാസങ്ങളാണ് കുട്ടികൾക്ക് അറിയാൻ പാടുള്ളൂ. എത്ര കുട്ടികൾക്കറിയാം മലയാള മാസം 12 മാസങ്ങളുടെ പേര്? എത്ര കുട്ടികൾക്കറിയാം? അറിയില്ല. അറിയില്ലാത്ത കുട്ടികൾ വരെ ഉണ്ട്. നമ്മൾ ഈ വൈശാഖ മാസം എന്ന് പറയുന്നത് മേടമാസത്തിലും ഇടവമാസത്തിലുമായിട്ട് പപ്പാതിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന 2 മലയാള മാസങ്ങൾ കൂടി ചേർന്നിട്ടുള്ളൊരു ഭാഗമാണ് ഇത്, ശകവർഷം എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു മാസമെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിനാണ് നമ്മൾ ഓരോരോ ആചരണങ്ങൾ വച്ചിരിക്കുന്നത്. അതിലൂടെയെങ്കിലും ആ കുട്ടികളെ, ഇപ്പം തന്നെ നോൺ വെജ് കഴിക്കരുതല്ലോ, ഇങ്ങനെയുള്ള സമയത്ത് നോൺ വെജ് കഴിക്കരുത്. പക്ഷേ കുട്ടികൾ നോൺ വെജ് ഇല്ലാതെ ഭക്ഷണം കഴിക്കില്ല. കാരണം ഇവരുടെ അമ്മ തന്നെ
നേരത്തെ മുതൽ ഇങ്ങനെയാണ്, അമ്മയും അച്ഛനും ഒക്കെ ഇങ്ങനെ തന്നെ നോൺ വെജ് കഴിച്ച് ശീലിച്ചു പോയി. അപ്പോൾ അവരെ കൊണ്ട് ഒരു മാസമൊക്കെ നോൺ വെജ് കഴിക്കാതിരിക്കാൻ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. പക്ഷെ ഇങ്ങനെയുള്ള വൈശാഖ മാസങ്ങൾ പോലെയുള്ള ആചരണങ്ങൾ വരുമ്പോൾ, രാമായണ മാസം പോലുള്ള ആചരണങ്ങൾ വരുമ്പോൾ അങ്ങനെയാണ് അതിനെ ശീലിപ്പിച്ചെടുക്കേണ്ടത്. ക്രമേണ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാൻ ഇടയാകും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ സ്വഭാവത്തിനെ സ്വാധീനിക്കുന്നുണ്ട്, തീർച്ചയായും സ്വാധീനിക്കുന്നുണ്ട്. കാരണം ഈ നോൺ വെജ് ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ജീവിയെ കൊന്നിട്ടുണ്ടാകുന്ന ഭക്ഷണമാണ്. ആ ജീവിയെ വേദനിപ്പിച്ച് തന്നെയാണ് കൊല്ലുന്നത്, സുഖിപ്പിച്ചിട്ടല്ലല്ലോ. മത്സ്യമാണെങ്കിലും ശ്വാസം മുട്ടിയാണ് മരിക്കുന്നത്. പിന്നെ ഈ ഇറച്ചി കഴിക്കുന്നത്, ആ ഇറച്ചി കിട്ടുന്നത് ആ മൃഗങ്ങളെ എന്ത് ക്രൂരമായിട്ട് കൊന്നിട്ടാണ് ആ ഇറച്ചി, അത് എന്തുമാത്രം ഭയന്നാണ് ആ ജീവി ചാകുന്നത്. ആ ഇറച്ചിയാണ് ഈ കുട്ടികൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യർ കഴിക്കുന്നത്. അങ്ങനെ കഴിക്കുമ്പോൾ അത് കഴിക്കുന്നവൻ്റെ രക്തത്തിലേക്ക് കലർന്ന് പിന്നെ ഉണ്ടാകുന്നത് ഇങ്ങനത്തെ ഭയവും പ്രതികാരവും ദേഷ്യവും ഒക്കെ കൂടി നിറഞ്ഞ ഒരുതരം രക്തമാണ്. അത് അവൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ദേഷ്യം, പ്രതികാരം, നിരാശ പോലെയുള്ള ചിന്തകളെ ഉണ്ടാക്കിയില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടാനുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള മാസാചരണങ്ങൾ വരുമ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുകയാണ് എങ്കിൽ, നമ്മൾ കഴിക്കുന്ന ആഹാരം സാത്വികമാണ് എങ്കിൽ നമ്മളിൽ സാത്വികമായ ചിന്താഗതി ഉണ്ടാകും. അത് നമ്മുടെ മനസ്സിന് ശാന്തത ഉണ്ടാക്കും. അങ്ങനെ നമ്മളുടെ മനസ്സിന് ശാന്തത ഉണ്ടാകുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് ശാന്തത ഉണ്ടാകും. അങ്ങനെ സമൂഹത്തിൽ മൊത്തം ഒരു ശാന്തിയും സമാധാനവും ഉണ്ടാകും. അത് ലോകം മുഴുവനും വ്യാപിച്ചാൽ ലോകം തന്നെ സമാധാനമുള്ളതായി മാറും. അതാണ് വൈശാഖ മാസ ആചരണം നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ അഘാസുരൻ്റെ ഒരു കഥ ഇന്ന് പറയാമെന്ന് കരുതിയത്. ഈ വാക്കുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ കേൾക്കുന്ന ഒരാളെങ്കിലും ഇതൊന്ന് ആഗീരണം ചെയ്തിട്ടത് പ്രാവർത്തികമാക്കിയാൽ അത്രയും നല്ല കാര്യം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.